യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സന്യാസ സഭയിലെ അല്ലെങ്കിൽ സമർപ്പണ ജീവിതത്തിലെ 4 ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. പ്രാർത്ഥനാ ജീവിതം, സമൂഹ ജീവിതം, വ്രതാനുഷ്ഠാനത്തിലുള്ള ജീവിതം, അപ്പസ്തോലിക പ്രവർത്തനങ്ങൾ. അതിൽ ആദ്യത്തെ 3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ സവിസ്തരം ചർച്ച ചെയ്തു. തുടർന്ന് നമ്മൾ അപ്പസ്തോലിക പ്രവർത്തനം എന്ന കാര്യത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുക. ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മോട് കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സമർപ്പണ ജീവിതത്തിലെ 4 കാര്യത്തിൽ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി അപ്പസ്തോല പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറയേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇനി ഉദ്ദേശിക്കുന്ന അപ്പസ്തോല പ്രവർത്തനങ്ങൾ, അതുമായിട്ടൊന്ന് അച്ഛൻ പങ്കുവയ്ക്കാമോ? സന്യാസ സഭകളുടെ രൂപീകരണത്തിൽ പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യങ്ങൾ അതിൻ്റെ സ്ഥാപകർക്കുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ടാണ്. ഇപ്പം ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുവാനും തന്നോടുകൂടി ആയിരിക്കുവാനും സുവിശേഷം പ്രഘോഷിക്കാനുമായിട്ടാണ് അവിടുന്ന് ശിഷ്യന്മാരെ നിയോഗിച്ചത്. എല്ലാ സുവിശേഷങ്ങളുടെയും അവസാനം ഉത്ഥാനം ചെയ്ത ഈശോ ശിഷ്യന്മാർക്ക് പ്രേക്ഷിത ദൗത്യം നൽകുന്നത് രേഖപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ഇവിടെ സന്യാസ സഭകളിൽ മഹാഭൂരിപക്ഷം സഭകളും പ്രവർത്തനോന്മുഖമായിട്ടുള്ള സഭകളാണ്. അപ്പം ക്രിസ്തുവിൻ്റെ രക്ഷാകര സന്ദേശം ലോകം മുഴുവനും എത്തിക്കുക, സുവിശേഷം പ്രഘോഷിക്കുക, രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കുക, ഇത് സമർപ്പിത സമൂഹങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. ദൈവത്തിൻ്റെ രക്ഷാകര സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ എത്തിക്കുന്നത്, ഇങ്ങനെയുള്ള രക്ഷാകര സന്ദേശം എത്തിക്കുവാനായിട്ട് പല മാർഗങ്ങൾ, പല രീതികൾ അവർ സ്വീകരിച്ചിരിക്കുന്നു, ഓരോ സന്യാസഭയും സ്വീകരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ രക്ഷ, നമ്മൾ ആദ്യമായിട്ട് രക്ഷയെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കണം. ഈ രക്ഷ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സമഗ്രമായിട്ടുള്ള രക്ഷയാണ്. അപ്പം ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത്. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ എന്തു ഫലം എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ മനുഷ്യൻ്റെ ആത്മരക്ഷ എന്ന് പറയുമ്പോഴും മനുഷ്യനെ നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ ആത്മാവ്, ശരീരം, മനസ്സ്, അപ്പോൾ അതായത് സമഗ്ര മനുഷ്യൻ്റെ രക്ഷയാണ്. അപ്പോൾ അത് ഈ ഈശോയുടെ പ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ കാണുന്നൊരു കാര്യമാണ്. അവൻ്റെ ആത്മാവിനെ രക്ഷിക്കുക മാത്രമല്ല, അവനെ രക്ഷിക്കുക എന്നുള്ളൊരു കാര്യമാണ്. മനുഷ്യനായിരിക്കുന്ന പോലെ തന്നെ അത് അവൻ്റെ സാമൂഹ്യമായിട്ടുള്ള മേഖലകൾ, ഉദാഹരണമായിട്ട് നമുക്ക് ഒരു കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുന്നു. പെട്ടെന്ന് നമ്മുടെ മനസ്സിൻ്റെ വിചാരിക്കുന്ന രോഗത്തിൽ നിന്നുള്ളൊരു സൗഖ്യമാണ് നൽകുന്നുള്ളതാണ്. അത് ശരിയാണ്, രോഗത്തിൽ നിന്നൊരു സൗഖ്യം നൽകുന്നുണ്ടെന്നുള്ളതാണ്. രോഗസൗഖ്യം എൻ്റെ ആത്മാവിൻ്റെ മാത്രമല്ല, രോഗത്തിൻ്റെ സൗഖ്യം, ശാരീരികമായിട്ടുള്ള രോഗത്തിൽ നിന്നൊരു സൗഖ്യം നൽകുന്നു. അതോടൊപ്പം തന്നെ പാപമോചനം നൽകുന്നു. അതെ, അതുപോലെ തന്നെ വേറൊരു കാര്യം, വേറൊരു സൗഖ്യം നൽകുന്നത്, കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുന്ന വഴിയായിട്ട് അവന് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവനാണ്. അപ്പോൾ അവനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതോടെയുണ്ട്. അപ്പോൾ സാമൂഹ്യമായിട്ട് അവൻ അനുഭവിച്ചിരുന്ന വേർതിരിവ്
അതിൽ നിന്നും ഒരു വിമോചനം കൊടുക്കുകയാണ്. നീ പുരോഹിതന് പോയി ഇതിനെ തന്നെ കാണിച്ചു കൊടുക്കുക, അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുക. അവൻ്റെ സാക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തു മനുഷ്യന് നൽകുന്ന രക്ഷ എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന, വിശക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ വിശപ്പ് മാറ്റുന്നുണ്ട്. എനിക്ക് ഈ ജനത്തോട് കരുണ തോന്നുന്നു എന്ന് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ എല്ലാ മേഖലകളിലും ഉള്ളതാണ്. തളർവാദ രോഗിയോട് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു. ആത്മീയമായിട്ടുള്ള ഒരിതാണ്, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നുള്ള ഒരു മോചനമാണ്. അപ്പോൾ ഏതൊക്കെ മേഖലകളിൽ ഒരുവൻ അജ്ഞനായിട്ട് അല്ലെങ്കിൽ മേഖലകളിലെ കെട്ടുപാടുകളിൽ കിടക്കുന്നോ അതിൽ നിന്നൊക്കെയുള്ളൊരു വിമോചനമാണ് വാസ്തവത്തിൽ ക്രിസ്തു കൊടുക്കുന്നൊരു വിമോചനം. അപ്പോൾ ഇതൊരു സുവിശേഷമാണ്. അപ്പോൾ ഈ മേഖലകളിലെല്ലാം ഏതൊക്കെ മേഖലകളിൽ പല മേഖലകളിലൂടെ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയും ഈ സുവിശേഷ പ്രഘോഷണം നടത്തുന്ന ആളുകൾ, അപ്പം ചില മേഖലകളിൽ ചില സഭകൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഉദാഹരണമായിട്ട് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, മനുഷ്യനെ അജ്ഞതയിൽ നിന്ന് മോചനം കൊടുക്കുന്ന, അതൊരു വലിയൊരു വിമോചനമാണ് വസ്തുത്തിൽ. കാരണം മനുഷ്യൻ പലപ്പോഴും ഒക്കെ അന്ധവിശ്വാസങ്ങളിലും ഒക്കെ അടിപ്പെട്ട് കിടക്കുന്ന മനുഷ്യരുണ്ട്. അന്ധവിശ്വാസങ്ങളുടെ പേരിൽ എന്തൊക്കെ തിന്മകളാണ് നടക്കുന്നതെന്നുള്ളത് ഇന്നും നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങളുണ്ട് ആളുകളുടെ ഇടയിൽ. അപ്പോൾ അതിന് പേരിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ചില മനുഷ്യർ നേരിടുന്ന ക്രൂരതകൾ, കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടൊരു കാര്യമാണ്. അപ്പോൾ അത് വിദ്യാഭ്യാസം വഴിയായിട്ടാണ്. വിദ്യാഭ്യാസം, രോഗീ ശുശ്രൂഷ, പറഞ്ഞിട്ട് കമീലിയൻ ഫാദേഴ്സ്, അപ്പം ആ സഭ തന്നെ കമീലിയൻ സഭ, അത് രോഗികളുടെ ശുശ്രൂഷയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നൊരു കാര്യം. അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ ഇടയിലുള്ള ഒരു ശുശ്രൂഷ, അത് വിൻസെൻ്റ് ഇപ്പോൾ സ്ഥാപിച്ച സഭകൾ, അതുപോലെ വിൻസെൻഷൻ ചൈതന്യത്തിൽ ജീവിക്കുന്ന സഭകൾ. അപ്പോൾ ഇത് പാവപ്പെട്ടവരുടെ ഇടയിൽ. പിന്നെ ഡയറക്റ്റായിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്ന സഭകളുണ്ട്. ഈ എവഞ്ചലൈസേഷൻ, സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് ഡയറക്റ്റ്, ഞാനത് പറയാൻ വിട്ടുപോയി, നേരിട്ടുള്ള സുവിശേഷ പ്രഘോഷണമുണ്ട്. പ്രത്യക്ഷമായിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്ന സഭകളുണ്ട്. ഉദാഹരണമായിട്ട് CSSR എന്ന് പറയുന്ന റിഡംറ്ററിസ്റ്റ് കോൺഗ്രിഗേഷൻ, അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് വചനപ്രഘോഷണമാണ്. SVD അതെ. അപ്പോൾ ആ സഭയും ദൈവവചന സഭ എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവവചനം പ്രഘോഷിക്കുന്നൊരു സഭയാണ്. ഡയറക്റ്റ് എവഞ്ചലൈസേഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴും പല സഭകളുമൊക്കെ എല്ലാ മേഖലകളിലുമൊക്കെ പ്രവർത്തിക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് ദൈവവചനം പ്രഘോഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഡയറക്റ്റ് എവഞ്ചലൈസേഷനാണ്. ഇനി വേറെ ചില സഭകളെന്ന് പറയുന്നത് വൈദികരുടെ പരിശീലനം, അതിന് പ്രാധാന്യം കൊടുക്കുന്ന, അതിന് മുൻകൈ കൊടുക്കുന്ന ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ സഭകൾ, ഇപ്പം തിന്മയിലൊക്കെ ജീവിക്കുന്ന, വഴിതെറ്റിപ്പോയിരിക്കുന്ന സ്ത്രീകളെ, പെൺകുട്ടികളെയൊക്കെ അവരെ പുനരധിവസിപ്പിക്കുക, അവരെ നന്മയിലേക്ക് നയിക്കുക എന്ന് പറയുന്ന സന്യാസ സഭകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഇതെല്ലാം പ്രേക്ഷിത പ്രവർത്തനമാണ്, നിർവഹിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ സന്യാസ സഭകൾ. ഇപ്പം പ്രവർത്തനം കൂടെ ലക്ഷ്യം മുമ്പിൽ കൊണ്ടുപോകാനാണ്. അപ്പം ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് ക്രിസ്തു കേന്ദ്രീകൃതവും പ്രേക്ഷിത ദൗത്യം മുമ്പിൽ കണ്ടുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിച്ചുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന സഭകൾ എന്നുള്ളതാണ്. ഈ സഭകളിലെ അംഗങ്ങൾ അവരുടെ പരിശീലന കാലഘട്ടത്തിൽ ഈ സഭയുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, അല്ല പ്രേക്ഷിത പ്രവർത്തന മേഖല അതെന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുള്ള ഒരു പരിശീലനമാണ് പ്രധാനമായിട്ടും നൽകുന്ന. മറ്റ് മേഖലകളിൽ ശരിക്കും
ഈ പരിശീലനകാരുടെ അങ്ങനെയുള്ള ഓറിയൻറ്റേഷൻ കൊടുക്കുന്നുണ്ടോ? ഓറിയൻറ്റേഷനുണ്ട്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇൻസെൻഷൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൂക്കായുടെ സുവിശേഷം 4:18 ഞങ്ങളുടെ സഭയുടെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു നയം എന്ന് പറയുന്നത്. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അന്നർക്ക് കാഴ്ചയെ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുക എന്ന് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ ആ ദൗത്യത്തിലുള്ള പങ്കുചേരലാണ്. അപ്പോൾ ഈ സുവിശേഷം പ്രഘോഷിക്കുന്നത്, അതിന് നാം വൈദിക പരിശീലന കാലത്ത് സുവിശേഷ പ്രഘോഷണത്തിന് നമ്മൾ വാവഴി ഇതായിട്ടുള്ള പ്രസംഗത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ ഇടയിലുള്ള ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഞങ്ങളുടെ സഭയ്ക്ക്. അപ്പോൾ ഇത് രണ്ടിനും പ്രാധാന്യം കൊടുത്തു അതനുസരിച്ചുള്ള ഒരു പരിശീലനം ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്, നൽകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സഭയ്ക്കും അവരുടേതായിട്ടുള്ള പ്രേക്ഷിത ദൗത്യം മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ഒരു പരിശീലനവും അതിൻ്റെ പരിശീലന കാലഘട്ടത്തിലെ വിവിധ ഘട്ടങ്ങളിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിന് സഹായകമാകത്തക്ക വിധത്തിൽ പരിശീലനമൊക്കെ പൂർത്തിയാകുമ്പോൾ ഇതുപോലെയുള്ളൊരു മേഖലയിലേക്ക് പ്രവർത്തിക്കത്തക്ക വിധത്തിലാണ് പരിശീലനം നൽകുന്നത്. ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളെ കുറിച്ച് അച്ഛൻ, ഈ നമ്മുടെ ഒരുപാട് ലോകത്തിലെല്ലായിടത്തും മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ പല മേഖലകളിൽ, വൈദികരായിട്ടും സന്യാസിനികളൊക്കെ ആയിട്ട്. അത് അവിടെ നടക്കുന്ന ആ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച്, അപ്പസ്തോല പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് നന്നായിരിക്കുന്നു. സാധാരണഗതിയിൽ മിഷണറിമാരായിട്ട് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നു പറയുന്നത് ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കാത്ത, ക്രിസ്തുവിനെ പ്രഘോഷിക്കാത്ത സ്ഥലങ്ങളിൽ പോകുന്ന പ്രവർത്തനത്തിനായിട്ട് പോകുന്ന ആളുകളെയാണ് മിഷണറി എന്ന അർത്ഥത്തിൽ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്, അല്ലേ? അങ്ങനെയാണ് പറയുന്നത് മിഷണറി വൈദികന്. അപ്പം മിഷണറി വൈദികൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഇതുപോലെ ദൂരദേശങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കാത്ത, ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കാത്ത ആളുകളുടെ ഇടയിൽ പോകുന്നു. പിന്നെ മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവികസിതമായിട്ടുള്ള പ്രദേശങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മിഷൻ രാജ്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒന്ന് രണ്ട് കാര്യം, ക്രിസ്തുവിനെക്കുറിച്ച് അധികം ആൾക്കാർ കേട്ടിട്ടില്ല, വിദ്യാഭ്യാസമില്ല, അവികസിതമായിട്ടുള്ള പല മേഖലകളിലേക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് സാധാരണ പോകുന്നത് സമർപ്പിതരായിട്ടുള്ള ആളുകളാണ്. സമർപ്പിതർ എന്ന് പറയുന്നത് സന്യാസ വൈദികരോ അതുപോലെ തന്നെ സിസ്റ്റേഴ്സോ ആണ് പോകുന്നത്. രൂപതാ വൈദികർ അങ്ങനെ സാധാരണഗതി, കാരണം ഒരു രൂപതയിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പോകുന്നവരും ഉണ്ട്, മിഷണറിമാരായിട്ട് പോകുന്ന. ഉദാഹരണമായിട്ട് ബ്രസീൽ ഒക്കെ മിഷണറിമാരായിട്ട് പോയിട്ടുള്ള രൂപതാ വൈദികർ ചുരുക്കമായിട്ടെങ്കിലും ഉണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ളവരുണ്ട്. അപ്പം ഈ സമർപ്പിതർ പോകുന്നതിൻ്റെ ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് കിട്ടിയിരിക്കുന്ന പരിശീലനവും അതോടൊപ്പം തന്നെ അവരുടെ പ്രേക്ഷിത ഓറിയൻറ്റേഷനും ആണ്. മിഷൻ ഓറിയൻറ്റേഷൻ അവർക്ക് നൽകുന്നുണ്ട്. അവികസിത രാജ്യങ്ങളിൽ അങ്ങനെയുള്ള പ്രദേശത്ത് പോകാനായിട്ടൂടെയാണ് തങ്ങളുടെ വിളി എന്ന് അവർക്കറിയാം. അപ്പോൾ അതിനുള്ളൊരു പരിശീലനവും അതിന് വേണ്ടിയിട്ട് സ്വയം ഒരുങ്ങുകയും ചെയ്യുന്നുണ്ടൊരു കാര്യമുണ്ട്. അതിന് റെഡിയായിട്ടാണ് നിൽക്കുന്നത്, എപ്പോഴും തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഒന്ന്, അതിന് പോകാനായിട്ടുള്ള കാരണം സമർപ്പിത സന്യാസ സമൂഹ ജീവിത സന്യാസത്തിൻ്റേതായിട്ടുള്ള ഇങ്ങനെയൊരു പ്രേക്ഷിത പ്രവർത്തനം ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് മറ്റു രാജ്യങ്ങളിലേക്ക്, അവികസിതമായിട്ടുള്ള രാജ്യങ്ങളിലേക്കും പാവപ്പെട്ടവരുടെ ഇടയിലേക്കൊക്കെ പോകാനുള്ളൊരു വിളിയാണ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് അവർക്കറിയാം എന്നുള്ളതാണ്. അപ്പോൾ അവർ വില്ലിങ് ആണ് പോകാനായിട്ടുള്ള. പിന്നെ മാത്രമല്ല, ഒരു വ്യക്തിയായിട്ടല്ല പോകുന്നത്, ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ 2-3 വ്യക്തികളെ അയക്കുന്നുണ്ടെങ്കിൽ ശരി, അതിൻ്റെ പിന്നിൽ ഒരു സമൂഹമുണ്ട്, ഒരു സമൂഹത്തിൻ്റെ ബാക്കിംഗ് ഉണ്ട്, ഒരു ഇതാണ്. പിന്നെ ഇവർക്ക് കിട്ടുന്ന പരിശീലനം, ഈ സമർപ്പിതരായ സന്യാസിനികൾക്കൊക്കെ കിട്ടുന്ന പരിശീലനം എന്ന് പറയുന്നത് ഒരല്പം ത്യാഗമൊക്കെ സഹിക്കാനും നേരിടാനും, അത് സന്തോഷത്തോടു കൂടി നേരിടാനും ഒക്കെ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പരിശീലനമാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് നല്ല വെള്ളമുണ്ട്, കുടിവെള്ളം ഉണ്ടാകണമെന്നില്ല, വെളിച്ചം ഉണ്ടാകണമെന്നില്ല, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, യാത്ര സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല,
മാത്രമല്ല രോഗങ്ങൾ ആ പ്രദേശത്ത് കൂടുതലായിട്ട് മലമ്പനി എന്നൊക്കെയുള്ള. ഞാനിത് പറയുന്നത് പ്രതികൂല സാഹചര്യങ്ങൾ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. ഇപ്പം എനിക്കറിയാവുന്ന വൈദികർ, മിഷണറിമാരായിട്ടുള്ള വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ പോയ സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ വെളിച്ചമില്ല, നല്ല വേണ്ടത്ര കുടിവെള്ളമില്ല. പ്രത്യേകിച്ച് മലമ്പനി, ആഫ്രിക്കയിൽ ഞങ്ങളുടെ അച്ഛന്മാർ 2 പേര് മരിച്ചിട്ടുണ്ട് മലമ്പനി കൊണ്ട് തന്നെ, മലേറിയ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതായത് ഈ സൗകര്യങ്ങൾ സാധാരണ നമ്മുടെ നാട്ടിലുള്ള സൗകര്യങ്ങളില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതേക്കുറിച്ച് പറയും, മിഷണറിമാരെക്കുറിച്ച് പറഞ്ഞാൽ അത് യൂറോപ്യൻ മിഷണറിമാർ നമ്മൾ അങ്ങേയറ്റം അഭിനന്ദിക്കേണ്ടതാണ്, അവരെ ആദരിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും, പ്രത്യേകിച്ച് ക്ലൈമറ്റിൻ്റെ സൗകര്യങ്ങളും ഒക്കെയുള്ള, നല്ല ക്ലൈമറ്റൊക്കെയുള്ള കാലാവസ്ഥയൊക്കെയുള്ളൊരു നാട്ടിൽ നിന്നാണ് അങ്ങേയറ്റം പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയുള്ള നാട്ടിലേക്കൊക്കെ വരികയും വളരെ ത്യാഗപൂർവം ഒക്കെ അവർ ജീവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക, സാർ ചോദിച്ചതിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് മിഷണറിമാർ ത്യാഗോജ്ജലമായിട്ട് ഇതുപോലെയുള്ള മേഖലകളിലേക്ക് പോവുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് വാസ്തവത്തിൽ ലോകത്തിൽ നമ്മൾ കാണുന്ന. അത് ലോകത്തിൽ കുറേ പേരെങ്കിലുമൊക്കെ അംഗീകരിക്കുന്നുണ്ട്. മിഷണറിമാരുടെ പ്രവർത്തനം കൊണ്ട് വന്നിട്ടുള്ള ലോകത്തിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് അത്ഭുതാവഹമായിട്ടുള്ള മാറ്റമാണ്. ഇന്നത്തെ ആളുകൾക്ക്, ഇന്ന് ജീവിക്കുന്ന ആളുകൾക്ക്, ചരിത്രം അറിയാത്ത ആളുകളൊന്നും ഒരുപക്ഷെ ശ്രദ്ധിച്ചെന്ന് വരികയല്ല. അവർ ജനിക്കുമ്പോഴും ഇതെല്ലാം തന്നെ ഉണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ മിഷണറിമാരുടെ പ്രവർത്തനം വിദ്യാഭ്യാസ മേഖലയിൽ, സാമൂഹ്യ സേവന രംഗത്ത്, ആതുര ശുശ്രൂഷ മേഖലയിൽ ഒക്കെയുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രത്യേകിച്ച് ഈ സന്യസ്തരായിട്ടുള്ള വൈദികർ, അതുപോലെ തന്നെ സിസ്റ്റേഴ്സ്, അവരുടെ പ്രവർത്തനം വഴിയായിട്ടുണ്ടായിരിക്കുന്നതാണ്. അച്ഛൻ ഈ ഇങ്ങനെ അപ്പസ്തോല പ്രവർത്തികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡയറക്റ്റ് ഇവാഞ്ചലൈസേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ചില സന്യാസ സഭകളൊക്കെ ഇങ്ങനെ മുഴുവൻ സമയവും വചനപ്രഘോഷണ രംഗത്താണെന്നൊക്കെ പറയുമ്പോൾ, ഈ വചനപ്രഘോഷണ രംഗത്തെക്കുറിച്ച് കിട്ടിയിട്ടുള്ള ഒരു ചോദ്യം, നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ചോദ്യം അച്ഛനുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചോദ്യം ഇതാണ്: സ്നേഹബഹുമാനപ്പെട്ട അച്ഛ, എൻ്റെ പേര് ജോർജ് ജോസഫ്, സ്ഥലം ഇരിട്ടി. എൻ്റെ ചോദ്യം, കുറേ നാളുകളായി കേരളത്തിൽ വെളിയിലും ബൈബിൾ കൺവെൻഷൻ, വചനപ്രഘോഷണം, രോഗസൗഖ്യ ശുശ്രൂഷ എന്നൊക്കെ പേരുകളിൽ മെഗാ കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്. വലിയ പരസ്യങ്ങൾ, 20 മുതൽ 100 വരെ പേര് അടങ്ങുന്ന ധ്യാന വലിയ ടീമുകൾ, കാതർപ്പിക്കുന്ന സൗണ്ട് സിസ്റ്റം, ടീമിന് വേണ്ടി ലക്ഷങ്ങൾ. ഇവിടെയെല്ലാം ആരാണ് പ്രഘോഷിക്കപ്പെടുന്നത്? വചനപ്രഘോഷണ വേദികൾ പോലും പണമുണ്ടാക്കാനുള്ള മാർഗമാകുന്നുണ്ടോ എന്നാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത്. അച്ഛന് ഇതിനെക്കുറിച്ച്, ഈ ചോദ്യത്തിന് എന്താണ് നമുക്ക് ഉത്തരം കൊടുക്കുക? ഇതേക്കുറിച്ച് ബൈബിൾ കൺവെൻഷനൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം. അത് ബൈബിൾ കൺവെൻഷൻ ആരംഭിക്കുന്ന പറയുന്നത് നമ്മുടെ നാട്ടിൽ കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെ ആരംഭത്തോടു കൂടിയാണ്, അല്ലേ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ബൈബിൾ കൺവെൻഷൻ നടക്കുന്ന. അപ്പം ബൈബിൾ കൺവെൻഷൻ നേരത്തെ എനിക്ക് തോന്നുന്നു 1980കളിലൊക്കെ ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചു. 1980-ലൊക്കെയാണ്. അന്ന് ചെറിയ തോതിലായിരുന്നു. അപ്പം ചെറിയ തോതിൽ ആരംഭിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞങ്ങളുടെ അങ്കമാലി ജനറലേറ്റിൽ, അന്ന് ജനറലേറ്റായിരുന്നു അങ്കമാലിയിലുള്ളത്, ഇപ്പം പ്രൊവിൻഷ്യൽ ഹൗസാണ്. ജനറലേറ്റിലൊക്കെ വെച്ച് ബൈബിൾ കൺവെൻഷനൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് വളരെ സിമ്പിളായിട്ട് നടത്തിയിട്ടുള്ള, ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുള്ള ഒരു ധ്യാന പരിപാടിയാണ്. ഞാനന്ന് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എല്ലാ വർഷവും തന്നെ കുറേ നാളത്തേക്ക് അവിടെ ബൈബിൾ കൺവെൻഷൻ നടത്തുമായിരുന്നുള്ളതാണ്. അപ്പം അതിന് ഈ പറയുന്ന പോലെ ഒരുപാട് ആളുകളില്ലായിരുന്നു. അതുപോലെ തന്നെ മൈക്കൊക്കെ ആണെങ്കിൽ 1-2 കാതടപ്പിക്കുന്ന രീതിയിലുള്ള ശബ്ദങ്ങളൊന്നും
അങ്ങനെ ഇല്ലായിരുന്നു. സാധാരണ ഒരു മൈക്ക്, പാട്ടുകാർ 2-3 പേര് പാട്ടും ഇങ്ങനെയായിട്ടൊക്കെയാണ് 80കളിലും 90കളിലും ഒക്കെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കൺവെൻഷനുകളെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് മാറ്റം വന്നിട്ടുണ്ടാകും തീർച്ചയായിട്ടും. കാരണം ഈ മൈക്ക് സെറ്റുകൾ എന്നൊക്കെ പറയുന്ന അതൊക്കെ കുറച്ചുകൂടെയൊക്കെ പണ്ട് നമ്മൾ എന്താണ് ഇപ്പോഴത്തേതുപോലെയുള്ള ഈ സ്പീക്കറല്ലായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ വേറെ തരത്തിലുള്ള എന്താണ് അതെ മൈക്കൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ അതല്ല സ്പീക്കറായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. സൗണ്ട് സിസ്റ്റത്തിൽ തന്നെ ഈ കാലത്തിനനുസരിച്ചുള്ള മാറ്റവും ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കാതടപ്പിക്കുന്ന തരത്തിലുള്ള ഇതൊക്കെ ബൈബിൾ കൺവെൻഷനിലുണ്ടെന്ന് പറയുന്നത് ഞാനിങ്ങനെയുള്ള ഈ മെഗാ കൺവെൻഷനിലൊന്നും അങ്ങനെ കേട്ടിട്ടില്ല, പങ്കെടുത്തിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ്. ഉണ്ട്, ചിലത് വലിയ മെഗാ അല്ലെങ്കിൽ പോലും അങ്ങനെയുണ്ട്. പക്ഷേ അതിൽ എനിക്കും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ശബ്ദത്തിൻ്റെ ഒരു കാര്യം കുറച്ചുകൂടെ എന്തിനാണ് നമ്മൾ ശബ്ദം തീർച്ചയായിട്ടും അത് കാതിന് ഇമ്പമായിരിക്കും, ഇമ്പമുള്ളതായിരിക്കണം, ഒരു കാതിന് കേൾക്കണം. അത് അസഹനീയമാകാനായിട്ട് പാടില്ല. അതായത് ദൈവത്തിൻ്റെ സ്വരം, ദൈവവചനത്തിൻ്റെ പ്രഘോഷണത്തിൽ ഞാനിത് പറഞ്ഞപ്പോഴും ഞാനിത് ആളുകളുടെ ഒരു പക്ഷേ ഇത്രയും ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകൾ ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയില്ല. അപ്പോൾ ഇവിടെ എനിക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു കുറച്ചുകൂടെ ഒരു ശബ്ദത്തിൻ്റെ ഒരു ക്രമീകരണം വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ കടന്നു പോകുമ്പോഴൊക്കെ ഇങ്ങനെയായിട്ടുള്ള അത് വേണമെങ്കിൽ കുറയ്ക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കണം, ശ്രോതാക്കൾ വളരെ ശാന്തമായിട്ട് വചനം കേൾക്കത്തക്ക വിധത്തിലും ഈ വചനവേദിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഒരല്പം ആശ്വാസം ലഭിക്കത്തക്ക വിധത്തിലും, ആശ്വാസത്തോടുകൂടി പോകത്തക്ക വിധത്തിലും, പ്രത്യാശയോടുകൂടി പോകത്തക്ക വിധത്തിലുമുള്ള രീതിയിലുള്ള വചനപ്രഘോഷണം ഇതാണ്. അതുകൊണ്ടാണല്ലോ വചനത്തെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനത്തിൽ പറയുന്ന പല വാക്കുകൾ ഉപയോഗിക്കുന്നത്. രക്ഷയുടെ വചനം, ജീവൻ്റെ വചനം, കൃപയുടെ വചനം, വേർഡ് ഓഫ് ഗ്രേസ്, വേർഡ് ഓഫ് കൺസൊലേഷൻ, ആശ്വാസത്തിൻ്റെ വചനം. അപ്പോൾ ഈ വചനവേദിയിൽ നിന്നും വചനം ശ്രവിച്ച് ശാന്തമായിട്ട് വചനം ശ്രവിച്ചു പോകുന്ന ആളുകൾക്ക് കുറച്ചുകൂടി സമാധാനം, രക്ഷയുടെ അനുഭവം, ആന്തരികമായിട്ടുള്ളൊരു സന്തോഷം, ഒരു പ്രത്യാശ, അപ്പോൾ അത് ലഭിക്കത്തക്ക വിധത്തിലുള്ള അവിടെ ഈ ആത്മാവിൻ്റെ പ്രവർത്തനമാണിത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. വചനപ്രഘോഷണം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. അത് ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയായിലും സമരിയായിലും ലോകത്തിൻ്റെ അതിർത്തി വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളാവുകയും ചെയ്യണം. ഇതൊരു ആത്മാവിൻ്റെ പ്രവർത്തനമാണ്, വ്യക്തിയുടെ പ്രവർത്തനമല്ല. ഇത് വചനപ്രഘോഷകർ അത് കൺവെൻഷന് പോകുന്നവരാണെങ്കിലും അല്ലാതെ എല്ലാ ഞായറാഴ്ചകളിലും സുവിശേഷം പ്രഘോഷിക്കുന്നവരാണെങ്കിലും വൈദികരാണെങ്കിലും അൽമായരാണെങ്കിലും എല്ലാം സംഘടിപ്പിക്കുന്നവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് അരൂപിയുടെ ഒരു പ്രവർത്തനമാണ്, അരൂപിയുടെയാണ്. അതായത് നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യം, ഈ വിശ്വാസികൾ, ഈ പ്രഘോഷകർ ധൈര്യത്തോടുകൂടി പ്രഘോഷിക്കാനായിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസികളുടെ സമൂഹം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആ സമൂഹത്തിൽ നിറഞ്ഞ് പിന്നീട് ധൈര്യമായിട്ട് ഒരു പ്രഘോഷിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ആത്മാവിന്. ഞങ്ങളും പരിശുദ്ധാത്മാവും അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമാണ്. ദെർ ആർ 2 വിറ്റ്നസ്സസ്, 2 സാക്ഷികളുണ്ട്, ആത്മാവും പ്രഘോഷകരും എന്നുള്ളതാണ്. ആത്മാവിനാൽ നിറഞ്ഞാണ്. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തീർച്ചയായിട്ടും ശബ്ദത്തിൻ്റെ മോഡുലേഷൻ, വ്യത്യാസവും ഇതെല്ലാം ആവശ്യമാണ് ഒരു കാര്യത്തെക്കുറിച്ചാണ്. അല്ലെ മൊണോട്ടണസ് ആയിട്ടൊക്കെ അങ്ങനെ പറയുക, ശബ്ദത്തിൻ്റെ ഉയർച്ച താഴ്ചകളും ഒക്കെ തീർച്ചയായിട്ടും കേൾക്കാനായിട്ടുള്ള ഒരു ഇതാണ്.
ഈ പ്രഘോഷകരെ പ്രൊജക്റ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. അല്ല, അതായത് ആരാണ് പ്രഘോഷിക്കപ്പെടുന്നത്? യേശുവാണല്ലോ. പക്ഷെ പലപ്പോഴും അതിനേക്കാൾ കൂടുതൽ ഈ പ്രഘോഷിക്കുന്ന ആൾ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കട്ടൗട്ടുകളും അല്ലെങ്കിൽ ബാനറുകളും ഒക്കെ വരുന്നത് പലപ്പോഴും ഒരു എതിർസാക്ഷ്യമായിട്ടാണ് പലപ്പോഴും ആൾ കാണുന്നത് എനിക്ക് തോന്നുന്നു. അല്ല, അതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് വിശുദ്ധ പൗലോസ്ലീഹ നൽകുന്നൊരു കാര്യമാണ്. ഞാൻ ക്രൂശിതനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും പ്രഘോഷിക്കുന്നില്ല. ക്രിസ്തുവാണ് പ്രഘോഷിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ്. അതെവിടെയാണെങ്കിലും, അത് കൺവെൻഷൻ ആണെങ്കിലും സാധാരണ പ്രഘോഷണ സമയത്താണെങ്കിൽ പോലും ഞായറാഴ്ചകളിൽ ക്രിസ്തു പ്രഘോഷിക്കപ്പെടും. കണ്ടൻറ് ഓഫ് പ്രീച്ചിങ് എന്ന് പറയുന്നത് ക്രിസ്തു ആണ്. അതിനുള്ള മോഡൽ, അതിനുള്ള മാതൃക എന്ന് പറയുന്നത് അപ്പസ്തോല പ്രവർത്തനത്തിലുള്ള പ്രവർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷ പ്രഘോഷണമാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ കാണുന്നൊരു കാര്യം, അത് മാനസാന്തരത്തിനുള്ള ആഹ്വാനത്തോടു കൂടിയാണ് സുവിശേഷ പ്രഘോഷണങ്ങളെല്ലാം അവസാനിക്കുന്നതെന്ന് ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതാരാണ് ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള, ക്രിസ്തുവാണ് ഈ പ്രഘോഷണത്തിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇത്രയും സമയം ചർച്ചയ്ക്ക് വിഷയമാക്കിക്കൊണ്ടിരുന്നത് സമർപ്പിത ജീവിതത്തിലെ 4ാമത്തെ ഘടകമായ അപ്പസ്തോലിക പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ഓരോ സഭയിലും അവരവരുടേതായ പ്രത്യേകമായ കാരിസമുകളുണ്ടെന്നും ആ മേഖലയിൽ അവർ സുവിശേഷ വേല ചെയ്യുന്നു, യേശുവിന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് കാണുകയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച, ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.